നമുക്കൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേഗം തന്നെ കിച്ചണിലെ പരിപാടികളൊക്കെ ചെയ്തു വയ്ക്കാമെന്ന്. മാത്രമല്ല കേട്ടോ, ഇന്ന് ഏട്ടൻ ബാംഗ്ലൂർ പോയിട്ട് വരുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സവാള ഞാൻ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ റൈസ് നോക്കിയപ്പോൾ റൈസ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് വേഗം വാങ്ങിയിട്ടോ റൈസും അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പാലും തൈരും അതേപോലെ തന്നെ ബ്രെഡ്, ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ നമ്മൾ റൈസ് വേഗം തന്നെ കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് സോക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് മസാലയുടെ കാര്യമൊക്കെ നോക്കാം. സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യണം. വേറൊരു പാനിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ അവിടെ ആക്കി വെച്ച് ഇനി ചിക്കൻ വാങ്ങിയിട്ട് വേണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് വേണ്ടിയിട്ട് ദോശയും പിന്നെ ഇന്നലത്തെ ആലു കറി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ റൈസിൻ്റെ കാര്യം നോക്കി. വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് മൂപ്പിച്ച് കുറച്ച് സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റൈസും ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഒരു വിസിൽ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്ന് അത് നല്ലപോലെയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി എടുത്തു. പിന്നെ നമ്മളിവിടെ സവാളയും കിസ്മിസും മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ദം ലെയർ ചെയ്യണ പോലെ ലെയർ ചെയ്തിട്ടോ ചിക്കനും അതേപോലെ തന്നെ റൈസും അങ്ങനെ ലെയർ ചെയ്തെടുത്തു കേട്ടോ. ഞങ്ങൾ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഇന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ.